ഈ കൂട്ടുകാരെ നമുക്കൊരു സെലിബ്രിറ്റി ഉണ്ടാക്കിയില്ല. ചെക്കനെ കണ്ട സീനല്ലേ ചെക്കൻ. സോഡിയം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യം വെച്ചാൽ നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറോ മാക്സിന്റെ ബുക്കിന്റെ പേപ്പറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കുക. ഒരു സീനില്ല. ഏത് പേപ്പർ വെച്ചാൽ എടുക്കുക, ചുരുട്ടുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് കൈ കട്ടി തീർക്കുക. കട്ടി തീർത്തിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെക്കുക. വേറെ പരിപാടി ഒന്നുമില്ല. കൈ വെക്കണം, കാല് വെക്കണം, വാലി വെക്കണം, ചുണ്ടു വെക്കണം വെച്ച് കഴിഞ്ഞാൽ പെങ്ക് റെഡിയാണ്. നിങ്ങൾക്കറിയാം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. സാധിച്ച സീനാണ് നമുക്ക് ചെയ്യാൻ. പക്ഷേ നമുക്ക് സീനുള്ള എന്ത് കാര്യം, നമുക്ക് എല്ലാം എളുപ്പമല്ലേ. ഇതൊക്കെ വെച്ച് വരുമ്പോഴത്തെ ഏകദേശം നമ്മളൊരു പടിയാവും. നമ്മൾ കാല് വെച്ചേക്കെന്ന് വെച്ചാൽ കമ്പി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കാലിന്റെ ഷേപ്പിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കുവാണ്. ഇതൊന്നും വലിയ കാര്യമില്ല. എന്നിട്ട് എല്ലാം ഒട്ടിച്ചോ. വലിയ സീനുള്ള കാര്യം എന്നല്ല. നമുക്ക് ഇതൊക്കെ നിസ്സാരം. ഇപ്പോൾ ചുണ്ട് വെക്കുവാണ്. ചുണ്ടിന് പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പർ എടുക്കുക, പേപ്പർ എടുത്തിട്ട് ചുണ്ട് വെക്കുക. പിന്നെ അടുത്ത് തന്നെ നമുക്ക് ഒട്ടിക്കുന്ന പരിപാടിയാണ്. ഒട്ടിക്കുന്ന പറഞ്ഞാൽ അറ്റലോ പുറ്റലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോട്ടൺ എടുത്തങ്ങ് ഒട്ടിക്കുക. വേറെ പണിയൊന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന വാക്കിന് വെച്ച് ഒട്ടിച്ചോ. സംഭവം നമ്മളിങ്ങനെ വാരി വലിച്ചെങ്കിൽ അവിടെ ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഹിമാലയ പർവ്വതമാണോ അതോ ബംഗളൂരാണോ തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയും സാരില്ല. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ലെയർ നല്ല രീതിയിൽ ഒരു ലെയർ ആയിട്ട് തന്നെയുള്ള നമ്മൾ കോട്ടൺ എടുക്കുക, ഒട്ടിച്ചങ്ങോട്ട് കൊട്ടിക്കുക. ഇതെല്ലാം ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പെങ്കിനെ പോലെ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ആരെ കൊന്നിട്ടായാലും പെങ്കിനുണ്ടാക്കിയിരിക്കും. ഇവിടെ നല്ലൊരു സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ കാണിച്ചൊരു ബുദ്ധിയാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കുലർ ഷേപ്പിലുള്ള സാധനം എടുത്തിട്ട് അതിൻ്റെ മണ്ടയിട്ടിട്ട് അങ്ങോട്ട് ഉരുട്ടുക. അന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈവൻ ആയിട്ടുള്ള സർഫസ് കിട്ടും. പക്ഷേ ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും വീണ്ടും ഈ കണ്ട തരി ഇങ്ങനത്തെ എഫക്റ്റ് കാണും. ഇതെല്ലാം ഡിസൈൻ്റെ ഭാഗമാണ്. നിങ്ങളെല്ലാം ഞാൻ പറയണ വിശ്വസിക്കണം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഭംഗി. ഇതെല്ലാം ഇതിന്റെ ഒറിജിനാലിറ്റി വരുത്തുന്ന സാധനം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിനി പെയിന്റ് അടിക്കുക, പെയിന്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കുക. വേറെ തീരുന്നില്ല. ഇത്രയൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു പെങ്കിനെ പോലെയൊക്കെ ഇരിക്കുന്നതാണ്. ആഹാ, എന്താ ഒരു സന്തോഷം. കഷ്ടപ്പാടിന് പ്രയോജനം ഉണ്ടായല്ലോ. സന്തോഷമായി. എന്താ വേണേലും ഏറ്റവും അവസാനം ഒരു പെങ്കിക്കുട്ടനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന് കൂട്ടിനസ് വരുത്തുന്ന പരിപാടി. കൂട്ടിനസ് വരുത്താൻ വേണ്ടി കവിളത്ത് 2 കുത്തും കൊടുത്ത് സുന്ദരനാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ അവസാനത്തെ സാധനം. ചെക്ക സീനല്ലേ. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കാട്ടെ. ഇതുപോലെ സീൻ വീഡിയോസ് ഒക്കെ ഇനിയും കാണാം. ടാറ്റാ.